നമ്മുടെ RRBയുടെ അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ എക്സാമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ALP ആണ് ഇപ്പം ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ALPയുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും അതിൻ്റെ ഈ അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ RRBയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് എക്സാമൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഡിസംബർ മുതൽ ഇങ്ങനെ എക്സാം വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ നവംബറിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ വിവിധ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കാരണം ഇതിൽ നമ്മൾ പറയുന്നത് ഒരു അഡ്മിറ്റ് കാർഡ് നമ്മൾ എക്സാമ്പിളാക്കി എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം, നമ്മൾ എക്സാം സമയത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രധാനമായിട്ട് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അത് മാത്രമല്ല ഇതിലേക്ക് നമ്മൾ ഇപ്പം ഈ പറയുന്ന ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലിങ്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ എക്സാം ഹാളിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്, ID കാർഡ് കൊണ്ടുപോകണം, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ആ സമയത്തിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതിൽ വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. അതിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത്. അതൊന്ന് നമുക്കിപ്പോൾ ഈ പറയുന്ന ALPയുടെ അഡ്മിറ്റ് കാർഡ് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് RPFൻ്റെ അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഇപ്പം നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എക്സാമിൻ്റെ ആ ഒരു ഇൻറ്റിമേഷൻ സ്ലിപ്പൊക്കെ വന്നിട്ടുണ്ട്. എക്സാമിൻ്റെ ഈ ഡേറ്റും അതിനനുസരിച്ച് അതിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനെക്കുറിച്ചിട്ടും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ പറയുന്ന RPF സബ് ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്തവർ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. കാരണം അത് പല സ്ഥലങ്ങളിലായിട്ടാണ് പറയാം. ഇപ്പോൾ ആദ്യം ഞാനിവിടെ വീഡിയോയിൽ വിശദമാക്കാൻ പോകുന്നത് ഒരു അഡ്മിറ്റ് കാർഡ്. അതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ALP ആണെങ്കിലും RPF ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ഇനി പാരാമെഡിക്കൽ ആണെങ്കിലും ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ ഇതേ സെയിം എന്താണ് പോലെയുള്ള ഒരു അഡ്മിറ്റ് കാർഡാണ് കിട്ടുക. ഇവിടെ നമുക്ക് കാൻഡിഡേറ്റ് ഫോയിലാണ്. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. എക്സാം കഴിഞ്ഞാൽ RRBക്ക് നമ്മൾ കീറി കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർ കീറി എടുക്കുന്ന ഭാഗമാണ് ഈ RRB ഫോയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഈ RRB ഫോയിലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നമ്മൾ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം, കളർ പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ്. ഏതെങ്കിലും ഫോട്ടോഗ്രാഫ് പറ്റില്ല. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ഏതാണോ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, അപ്പോൾ ഇവിടെ ഏതാണോ നിങ്ങളുടെ ഫോട്ടോ അതേ സെയിം ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണ് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നിങ്ങളിവിടെ ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് സമയത്ത് അവർ ഒട്ടിക്കണം എന്ന് പ്രത്യേകം ഒന്നും പറയുന്നില്ല. അത് നിങ്ങളൊരു ഗമ്മു നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ബാഗിലിട്ട് കൊണ്ടുപോകുക. പിന്നെ ആ സമയത്ത് അവിടെ എങ്ങനെയാണോ അവർ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒട്ടിച്ചാലും വലിയ കുഴപ്പമില്ല. കാരണം ഇവിടെ നമുക്ക് എപ്പോൾ ഒട്ടിക്കണം എന്ന് അവർ പറയുന്നില്ല. എങ്കിലും നിങ്ങൾ ആദ്യം തന്നെ കയറി ഒട്ടിക്കാൻ നിൽക്കണ്ട. എങ്കിലും അതായത് ഇപ്പോൾ നമ്മുടെ എക്സാം എഴുതിയ കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്നിട്ട് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തട്ടോ. ഓക്കെ, ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, കാരണം മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കയറി ഫസ്റ്റ് ലൈനിൽ നമ്മളത് ഒട്ടിക്കാൻ നിൽക്കണ്ട. അപ്പം ഈ പറയുന്ന ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് നമ്മൾ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ഏത് ഫോട്ടോ ആണോ അതേ സെയിം കോപ്പി, അതിൻ്റെ ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് നമ്മളിവിടെ ഒട്ടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കേണ്ട സമയമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീണ്ടും പ്രത്യേകം പെട്ടെന്ന് തന്നെ എടുത്ത് ഒട്ടിക്കേണ്ട. അത് എക്സാം സമയത്ത് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തിയതാണോ എന്നൊന്നും യാതൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് എക്സാം സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ ആ സമയത്ത് പെട്ടെന്ന് എല്ലാവരും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ കാണാം. പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറായിട്ട് ഇവിടെ കാണാം. പിന്നെ നിങ്ങളുടെ നെയിം ഇവിടെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ആധാർ കാർഡ് നിങ്ങൾ എനേബിൾ ആക്കിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ് അവൈലബിൾ ആണെങ്കിൽ യെസ് ഓർ നോ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതനുസരിച്ചാണ് അവിടെ വരിക. പിന്നെ നിങ്ങൾക്ക് നെയിം ആൻഡ് അഡ്രസ് ഓഫ് എക്സാം സെൻറ്റർ, എക്സാം സെൻറ്ററിൻ്റെ നെയിം അഡ്രസ്സ് ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു പ്ലേസ് അവിടെ കറക്റ്റായിട്ട് വെന്യൂവിലേക്ക് നമുക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡയറക്ഷൻ കൊടുത്ത് നിൽക്കുക, അവിടേക്ക് എത്തിച്ചേരാൻ എളുപ്പമാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എവിടെയാണെന്ന് പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കാണത്. ലിങ്ക് വർക്കിംഗ് ഇത് കറക്റ്റ് വർക്ക് ചെയ്യും. ഇനി ഇൻ കേസ് വർക്ക് ചെയ്തില്ലേ നിങ്ങളിതാ ഈ പ്ലേസ് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് സെൻറ്ററിൻ്റെ വെന്യൂ ഉണ്ടാകും. അതായത് എവിടെയാണോ വെച്ചാൽ അതിൻ്റെ വെന്യൂ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ അഡ്രസ്സ് നിങ്ങൾ കറക്റ്റ് കൊടുത്താൽ അത് ലാൻഡ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ലാൻഡ് മാർക്ക് ഇവിടെയാണ് കൊടുക്കുക കേട്ടോ. ഏതാണ് ഏതെങ്കിലും കോളേജിലെ പേരെങ്കിലും ഉണ്ടാവും, അത് നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുക ഡേറ്റ് ഓഫ് എക്സാമിനേഷനാണ്. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് കാണിക്കാം. നിങ്ങളുടെ എക്സാം ഡേറ്റ് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് 29 നവംബറാണ് എക്സാം വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഷിഫ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, റിപ്പോർട്ടിംഗ് ടൈമാണ് ഇവിടെ പറയുന്നത് 3 PM ആണ്. അപ്പോൾ ഓരോ ഷിഫ്റ്റ് വൈസ് ടൈം ഇവിടെ വേറെ തന്നെ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഷിഫ്റ്റ് 3യിലും കൂടെ കാണാം. റിപ്പോർട്ടിംഗ് ടൈം 3 PM ആണ്. അപ്പോൾ 3 PM എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു 1 ഹവറെങ്കിലും അല്ലെങ്കിൽ ഒരു 30 minutes എങ്കിലും മുൻപ് നിങ്ങൾ ആ സെൻറ്ററിൽ നിങ്ങൾ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങളൊരു 1 ഹവറെങ്കിലും മുൻപായിട്ട് നിങ്ങൾ അവിടെ എത്താമെന്നുള്ള ലെവലിൽ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗേറ്റ് ക്ലോസിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 4 PM ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു എൻട്രിയും കിട്ടില്ല കേട്ടോ. 4 PM കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 4:30. അത് ഷിഫ്റ്റ് 3 ആണ്. ഇനി ഷിഫ്റ്റ് 2 ആണെങ്കിലും ഷിഫ്റ്റ് 1 ആണെങ്കിലും അതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം വ്യത്യാസമുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു 1 ഹവറെങ്കിലും അല്ലെങ്കിൽ 30 minutes എങ്കിലും റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ കേട്ടോ. റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ഒരു 30 minutes മിനിമം നിങ്ങൾ അവിടെ എത്തണമെങ്കിൽ അല്ലെങ്കിൽ 1 ഹവറെങ്കിലും മുന്നായിട്ട് നിങ്ങൾക്ക് എത്തുന്നതും നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. ആ ഒരു പരിസരത്ത് നമ്മൾ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ നമ്മളവിടെ കയറാൻ ശ്രമിക്കുക. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്ത ലാംഗ്വേജ് ഇവിടെ ഉണ്ടാവും മലയാളം. അപ്പോൾ മലയാളത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷും പാട് അതിൻ്റെ ഓപ്ഷനിലായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പം നിങ്ങൾ മലയാളം ആണെങ്കിൽ മലയാളം അത് വായിച്ചിട്ട് എഴുതാം. ഇനി ഈ മലയാളത്തിൽ ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടാകും. ഇനി ഇംഗ്ലീഷ് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണം നിയറസ്റ്റ് ഇതൊക്കെ നമ്മൾ ഓൺലൈൻ കൊടുക്കുന്ന സമയത്ത് ഉള്ള സംഭവമാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് സൈൻ ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ കയറി സൈൻ ചെയ്യരുത്. ഇതിലെവിടെയും നിങ്ങൾ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാം ടു ബി ഫിൽഡ് ഇൻ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ അതിന് മുൻപ് ഒരിക്കലും സൈൻ ചെയ്യരുത്. നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഇൻവാലിഡ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അതോടൊപ്പം തന്നെ ഇത് ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറാണ്. നമുക്ക് എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്റർ സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ സൈൻ ചെയ്യേണ്ട ഭാഗമാണ് ഈ കോളം. ഇവിടെ അല്ലാതെ നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾക്കൊരു വാട്ടർമാർക്കൊക്കെ ആയിട്ട് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ എഴുതി കാണാം ഈ കോൾ ലെറ്റർ ഈസ് വാലിഡ് ഓൺലി വിത്ത് ഒറിജിനൽ ഫോട്ടോ ID. അതായത് ഈ കോൾ ലെറ്റർ മാത്രം കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. നിങ്ങളെ കയ്യിൽ എന്ത് വേണം, മിനിമം ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള വാലിഡ് ആയിട്ടുള്ള ID കാർഡ് നിങ്ങളെ കയ്യിൽ വേണം. മിനിമം 1 അല്ല 2 ID കാർഡ് വേണം. അതെന്താ ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ കാര്യങ്ങളും പറയാം. 1 പോരാ 2 എണ്ണം വേണം. 2 എണ്ണം വേണമെന്ന് പറയുന്നതിനുള്ള കാര്യം ഇവിടെ പറയാം. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇപ്പോൾ അറബിയുടെ ആ ഒരു ഭാഗമാണ്. ഇത് ഒരൊറ്റ ഷീറ്റിലായിട്ടാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല A4 ഷീറ്റിൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. കളറിൽ തന്നെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 പ്രിൻ്റ് എടുത്ത് വെച്ചോളൂ. ആ സമയത്ത് എന്തെങ്കിലും കീറിപ്പോവോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണമെങ്കിൽ ഒരു കോപ്പി നമ്മൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ നല്ല പ്രിൻ്ററിൻ്റെ നല്ല പ്രിൻറ്റിങ്ങിൽ തന്നെ നമ്മൾ എടുക്കട്ടോ. അതിൻ്റെ ഫോണ്ടൊക്കെ മിസ്സാതെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക നിങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും റോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ടാവും. ഏത് ഷിഫ്റ്റാണെന്ന് ഇവിടെ ഉണ്ടാവും. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ലാംഗ്വേജ് ഏതാണെന്ന് ഇവിടെ ഉണ്ടാവും. മെയിൽ ഫീമെയിൽ ഇവിടെ ഏതാണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് എക്സാം റിപ്പോർട്ടിംഗ് ടൈം ഇവിടെ ഉണ്ടാവും. ടെസ്റ്റ് സെൻറ്ററിന് ഒരു കോഡ് ഉണ്ടാവും, അത് ഇവിടെ ഉണ്ടാവും. അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ഫോട്ടോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കേണ്ട. നിങ്ങൾ എക്സാം സെൻറ്ററിൻ്റെ ആ സമീപത്ത് പോയിട്ട് അവിടെ എല്ലാവരും എങ്ങനെയാണോ അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷനൊക്കെ നോക്കിയിട്ട് ഒട്ടിക്കുക അവിടെ. കാരണം എപ്പോൾ ഒട്ടിക്കണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമുക്ക് അവിടെ എന്തായാലും ഒട്ടിക്കാനുണ്ട്. ആ ഫോട്ടോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്ത ഏതാണോ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത ഫോട്ടോ ആ സെയിം ഫോട്ടോ ആയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, വെറുതെ പറയുന്നില്ല, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ല ക്ലിയറിൽ ആ ഫോട്ടോ റെഡിയാക്കി എടുക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെ എക്സാം എഴുതാനുള്ള അവസരമൊക്കെ നഷ്ടപ്പെടും. പ്രത്യേകം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യക്ഷമതയോടെ തന്നെ നിങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അടിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫില്ല് ചെയ്യാനുള്ള ഭാഗമാണ്. ഇത് ഫില്ല് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തരും. ആ സമയത്ത് നമുക്ക് അവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. അത് നിങ്ങളിവിടെ എഴുതണം. അത് നിങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നല്ല നീറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാമെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ളവരൊക്കെ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ ലെറ്ററിലൊന്നും എഴുതാൻ പാടില്ല. എങ്ങനെയാണോ നമ്മുടെ മുൻപിലുള്ള സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ആ ലെറ്ററുകൾ എങ്ങനെയാണോ അതിൻ്റെ ഫോണ്ട് എങ്ങനെയാണോ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ലെറ്റർ ആണോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ ഫസ്റ്റ് ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ ലെറ്റർ വരാൻ സാധ്യതയുള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് നമ്മൾ അതിനനുസരിച്ച് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണോ അതിൽ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പാൻ എടുക്കാതെ കറക്റ്റായിട്ട് അങ്ങനെ എഴുതി പോകാണ് വേണ്ടത്. അതല്ലാതെ നിങ്ങൾ അത് ഭയങ്കരമായിട്ട് അതിനെ ഭംഗിയാക്കിയിട്ടോ അങ്ങനെ ഒന്നും എഴുതണ്ട. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ എഴുതുന്നത് വെച്ചാൽ അതുപോലെ എഴുതിയാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഈ പറയുന്ന ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിക്കാളാം. നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് വെച്ചാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് അവിടെ പറയുന്നുണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുകയോ അല്ലെങ്കിൽ ഈ സ്പേസിൽ നിങ്ങൾ ഒന്നും എഴുതാതെ ബ്ലാങ്ക് ആക്കി വിടുകയോ
വിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് നിങ്ങളുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും, അത് റിജക്റ്റ് ചെയ്യും, നിങ്ങളുടെ അപേക്ഷകൾ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സാം എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ എക്സാം സ്വീകരിക്കില്ല. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒന്നുപാടെ ഡിലീറ്റ് ആക്കി പറയാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ALPൻ്റെ മാത്രമല്ല, എല്ലാ എക്സാമിനും ഇതേ സെയിം അഡ്മിറ്റ് കാർഡ് കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ആ ഒരു ഫോമാറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, വെന്യൂ കാര്യങ്ങളും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ മാറുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ എങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നന്നായിക്കാണെന്ന് വിചാരിച്ച് നമ്മൾ നല്ല നീറ്റായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ അങ്ങനെ എഴുതണ്ട. എങ്ങനെയാണോ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് എന്ത് വാചകമാണോ അതേ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ നിങ്ങൾ അതിനനുസരിച്ച് എഴുതാം. അതെങ്ങനെയാണോ ലെറ്റർ അതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ നിങ്ങൾ എഴുതി കൊണ്ടുപോയാൽ മതി. വേറെ കൂടുതലായിട്ട് മോഡിഫിക്കേഷനോ കാര്യങ്ങളോ വരുത്തരുത്. അപ്പോൾ ഇത് ബ്ലാങ്ക് ആക്കി ഇടാനും പറ്റില്ല, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാനും പാടില്ല. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് നിങ്ങളുടെ, പിന്നെ റൈറ്റ് തമ്പ് ഇംപ്രഷൻ. അപ്പോൾ തമ്പ് ഇംപ്രഷനൊക്കെ കറക്റ്റ് പതിയണമെങ്കിൽ നമ്മൾ കൈയൊക്കെ നല്ല വാഷ് ചെയ്ത് നല്ല വൃത്തിയിലൊക്കെ പോവുക. ഈ പറയുന്ന ഹെന്ന കാര്യങ്ങൾ, ഗേൾസൊക്കെ ആണെങ്കിൽ ഹെന്ന കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രശ്നമാണ്, പതിഞ്ഞിട്ടില്ലെങ്കിലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഉറപ്പ് വരുത്തുക. ഇനി ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചറാണ്, അത് കഴിഞ്ഞിട്ട് ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുൻപ് ഇവിടെ ഒന്നും നമ്മൾ സൈൻ ചെയ്യാനോ ഇതാക്കാനോ പാടില്ല. അതൊക്കെ നമ്മൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ നമ്മൾ ഈ പറയുന്ന എക്സാമിനേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ, നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് സിഗ്നേച്ചർ ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കോപ്പി നമ്മുടെ RRBയുടെ കയ്യിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന എക്സാം ഹാൾ നടത്തുന്ന അതായത് ഓഫീസേഴ്സ് എന്ത് ചെയ്യും, നമ്മളെടുത്തുനിന്ന് ഈ പറയുന്ന ഇൻവിജിലേറ്റർ നമ്മളെടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന കോപ്പിയാണിത്, രണ്ടാമത്തെ കോപ്പി. ഇത് നിങ്ങളൊരു സിംഗിൾ പേപ്പറിൽ തന്നെയാണ്, A4 ഷീറ്റിൽ തന്നെയാണ് ഇത് പ്രിൻ്റ് എടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഒന്നിലധികം A4 ഷീറ്റിലാക്കി പ്രിൻ്റ് എടുക്കേണ്ട, ഒരു സിംഗിൾ പേജ് ആയിട്ടാണ് ഇത് പ്രിൻ്റ് എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നും നിങ്ങൾക്ക് കീറിയിട്ടാണ് അവരെടുക്കുക. ഈ പോർഷൻ അവർ കീറിയിട്ട് ഈ പോർഷൻ അവരെടുക്കും, ഈ പോർഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, മുകളിലത്തെ പോർഷൻ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 2 അഡ്മിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞു, 2 ഐഡൻറ്റിറ്റി കാർഡ്, ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ്. ഈ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിൽ എന്തൊക്കെ പറ്റുന്നു ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. അതായത് അറ്റ്ലീസ്റ്റ് 2 ഒറിജിനൽ വാലിഡ് ഫോട്ടോ ID കാർഡ് വേണം. അതായത് വാലിഡിറ്റി ഒക്കെ ലൈസൻസ് ഒക്കെ ആണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും പറ്റില്ല. അതൊക്കെയാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വാലിഡ് ആയുള്ള ഫോട്ടോ ID ഒറിജിനലാണ് വേണ്ടത്. ഫോട്ടോ കോപ്പി ആക്സെപ്റ്റ് ചെയ്യില്ല. ഒറിജിനൽ ID കാർഡ് വേണം, ഫോട്ടോ ID കാർഡ്. അത് ഈ പറയുന്ന വോട്ടർ ID യോ ആധാർ കാർഡോ, നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാൻ കാർഡ് ആണെങ്കിൽ അത് ഒക്കെ പറ്റും കേട്ടോ. പിന്നെ പാസ്പോർട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും 2 എണ്ണം വെക്കുക. 2 എണ്ണം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ്റെ സമയത്ത് ആ വെരിഫിക്കേഷനിൽ ഇപ്പോൾ ഒന്നാമത്തെ ID കാർഡും നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസും തമ്മിൽ, നമ്മുടെ ഫോട്ടോ തമ്മിലൊക്കെ എന്താണ് നല്ല അന്തരമുണ്ടെങ്കിൽ അത് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ അത് അങ്ങനെ നമുക്ക് ടൈം വേസ്റ്റ് ആവും. അത് ചിലപ്പം വീണ്ടും നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് രണ്ടാമത്തെ ID കാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ID കാർഡ് നിങ്ങൾ കയ്യിൽ വെക്കണം. അറ്റ്ലീസ്റ്റ് ആണ് പറയുന്നത്. ഈ 3-4 ID കാർഡ് ഉണ്ടോ എല്ലാം കയ്യിൽ വെച്ചോ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. അപ്പം 2 ID കാർഡ് നിങ്ങൾ, ഒന്ന് വോട്ടർ ID ഉണ്ടെങ്കിൽ വോട്ടർ ID വെക്കുക, നമ്മൾ ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് വെക്കുക, ആധാർ കാർഡ് ഉണ്ട് ആധാർ കാർഡ് വെക്കുക. അങ്ങനെ 3 ID നമുക്ക് അതന്നായി. ഇനി പാൻ കാർഡ് ഉണ്ടോ പാൻ കാർഡ് നിങ്ങളെ കയ്യിൽ സൂക്ഷിച്ചോ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ID കാർഡും നമ്മളെ കയ്യിൽ സൂക്ഷിച്ചോ. അറ്റ്ലീസ്റ്റ് 2 എണ്ണം ഉണ്ടായിരിക്കണം. അത് ഒന്ന് നിങ്ങൾക്ക് വെരിഫിക്കേഷന് ഫെയിൽ ആയാൽ മറ്റേത് അതിന് പകരം ഉപയോഗിക്കുകയും നിങ്ങളുടെ ആ ഒരു എക്സാം എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്. കാരണം നമുക്ക് എക്സാം വെന്യൂ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നാവില്ല, പെട്ടെന്ന് പോയി എടുത്ത് വരാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 2 ID കാർഡുമായിട്ട് പോവുക. ഇനി 3 ID കാർഡ് ഉള്ളവർ 3 ID കാർഡായിട്ട് പോവുക. 4 എണ്ണുള്ള 4 ആയിട്ട് പോയിക്കോളൂ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ജസ്റ്റ് ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ അത് ഉപകാരപ്രദമാകുന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നിൻ്റെയും ഫോട്ടോ കോപ്പി സ്വീകരിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഒറിജിനലാണ് വേണ്ടത് ഈ ID കാർഡിൻ്റെ. ഇനി എന്തൊക്കെയാണ് ബാൻ ചെയ്ത ഐറ്റംസ് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ, ഇലക്ട്രിക് അങ്ങനെയുള്ള സംഭവങ്ങൾ, വാച്ചസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും, വാച്ചൊന്നും കെട്ടാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും, പെൻസിൽ, ഇറേസർ, പൗച്ച്, സ്കെയിൽ ഇങ്ങനെയുള്ള സാധനമൊന്നും നിങ്ങൾ കൊണ്ടുപോകണ്ട. ഒരു സാധനങ്ങളും നിങ്ങൾ കൊണ്ടുപോകണ്ട. നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഈ അഡ്മിറ്റ് കാർഡ്, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡും അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് 2 ഫോട്ടോ ID കാർഡും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്ത അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ നിങ്ങൾ ഒട്ടിക്കാനുള്ള ഫോട്ടോയൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങൾ, വാട്ടർ ബോട്ടിൽ അങ്ങനെ പാക്കേജ് ആയിട്ടുള്ള സാധനം, ക്യാമറ, പേഴ്സ്, സ്കാപ്പ് അങ്ങനെ തുടങ്ങിയുള്ള ഒന്നും അലൗഡ് അല്ലാന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ അയച്ചു വെച്ചിട്ട് നിങ്ങൾ പോവുക. ബാക്കി കാര്യങ്ങൾ ഗേൾസൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ
കോൾ ലെറ്റർ, അതുപോലെ തന്നെ ഫോട്ടോ ID കാർഡ്, ഒറിജിനൽ, ഈ സാധനങ്ങൾ മാത്രമേ നമുക്ക് എക്സാം ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ അടുത്ത് ഫോട്ടോ ഉണ്ടായിരിക്കണം, ആ ഫോട്ടോ അതിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ആ സമയത്ത് അവിടെ നിന്ന് കയറി അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒട്ടിക്കുന്നത് നിങ്ങൾ എക്സാം ഹാളിൻ്റെ എന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ മുൻപ് വന്നിട്ട് നിങ്ങളത് നോക്കിയിട്ട് അന്വേഷിക്കുക. അതിൽ നമ്മുടെ എക്സാം എഴുതിയവരുണ്ട്. അപ്പം അധികം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആദ്യം ഫോട്ടോ ഒട്ടിക്കണം, എക്സാം ഹാളിൽ പ്രവേശിക്കുന്ന മുൻപ് ഒട്ടിക്കണം എന്നുള്ളതാണെങ്കിലും അതിന് ഒരു ഫൈനൽ കൺഫർമേഷൻ അല്ല. അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് കൺഫർമേഷൻ ഉറപ്പുവരുത്തിന് വേണ്ടി നമ്മുടെ കമൻറ്റിൽ ആരെങ്കിലും അതായത് എക്സാം എഴുതിയവരുണ്ടെങ്കിൽ അവരൊന്ന് പറയാം എപ്പോഴാണ് ആ ഫോട്ടോ ഒട്ടിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ നമുക്കൊരു കൺഫ്യൂഷനുള്ളൂ. അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ പെന്നും പെൻസിലും അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, കൊണ്ടുപോകണ്ട എന്ന് പറയുന്നുണ്ട്. പെന്നൊക്കെ അവിടുന്ന് നമുക്ക് നൽകുന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പെന്നൊന്നും വേണ്ട. പിന്നെ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്കിതാ ഹെന്ന നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഫീറ്റിലോ ഒന്നും നമ്മൾ ഇടരുതെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് ഈ പറയുന്ന ബയോമെട്രിക് ക്യാപ്ചറിങ്ങിനെ തടസ്സമാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷനൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികളെ. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അറിയുന്ന ആൻസർ മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, റോങ് ആൻസർ 1/3 അതിൻ്റെ നെഗറ്റീവായിട്ട് പിടിക്കും. അപ്പം നമുക്കിപ്പോൾ റാങ്കിലേക്ക് നമുക്ക് വരുമെങ്കിലും കുറേ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എളുപ്പമൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് എളുപ്പമാണെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തുക നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന്. കാരണം എളുപ്പമാകുമ്പോൾ നമുക്ക് തെറ്റുകൾ പെട്ടെന്ന് വരും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സാം എളുപ്പമാണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് ഒക്കെ നല്ല രീതിയിൽ മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ തെറ്റ് വരുത്താനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന നെഗറ്റീവ് മാർക്ക് കൊണ്ട് ഒരുപാട് ആളുകൾ ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് നല്ല തന്ത്രപൂർവ്വമായിട്ട് നമ്മൾ എളുപ്പമാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് 100% അല്ലെങ്കിൽ ഒരു 90% അറ്റ്ലീസ്റ്റ് നമുക്കത് കൺഫേം ആണ്, 4 ഓപ്ഷനിൽ ബെറ്റർ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഓപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നെഗറ്റീവ് പിടിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്കിനെ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ആ പൊസിഷനിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന വെരിഫിക്കേഷനൊക്കെ ഈ എക്സാമിൻ്റെ ടൈമിൻ്റെ ഇടയിൽ അങ്ങനെ നടക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ അനുസരിച്ച് പ്രോപ്പറായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് സഹകരിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇൻവിജിലേറ്റർ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഈ പറയുന്ന സൈൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് എക്സാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിൻ്റെ പ്രോപ്പറായിട്ട് അങ്ങനെ നടന്നോളും. നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാം ചെയ്താൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് GOCL എജുലാൻഡ് എന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണ് വരിക. ഇവിടെ കാണാം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്നുള്ളടത്ത് റെയിൽവേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ലിങ്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് അതിൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ALPൻ്റെ ഇപ്പം നമുക്ക് ഓൺഗോയിങ് ആയിട്ടുള്ള എക്സാമാണ്. ഇപ്പോൾ ALP നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടോ. അപ്പോൾ അതിൻ്റെ ഈ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത അതേ സെയിം പോർട്ടലിലാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത സെയിം പോർട്ടലിനാണ്. ഇവിടെ തന്നെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എവിടുന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ RRB ഞാൻ ആദ്യം കാണിച്ചില്ല വെബ്സൈറ്റ് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ കയറും. അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറിയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡൗൺലോഡഡ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്നിട്ട് അതിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ക്യാപ്ച കോഡും കാണിച്ചാൽ നിങ്ങൾക്ക് ലോഗിൻ പേജിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ലോഗിൻ പേജിൽ പോയാൽ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്നുള്ള അല്ലെങ്കിൽ സിറ്റി ഇൻറ്റിമേഷൻ എന്നുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് എന്നുള്ള പോർഷൻ ഉണ്ടാവും. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ അഡ്മിറ്റ് കാർഡ് ലൈവ് ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് ലൈവ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ്. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ 4 ദിവസം മുൻപ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് അതനുസരിച്ച് മനസ്സിലാക്കാം. കാരണം സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നമുക്ക് അതിൻ്റെ മുൻപ് 10 ദിവസം മുൻപ് വരും. ആ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് ഇതാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ 10 ദിവസം മുൻപാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വരിക. എന്തിനാണ് ഈ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും അഡ്മിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സിറ്റി എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു ട്രാവലിംഗ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടേക്ക് എത്താൻ പറ്റുക, നിങ്ങൾ ബസ് വഴിയാണോ റെയിൽവേ ആണോ, നിങ്ങൾക്കൊക്കെ അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് 10 ദിവസം മുൻപ് സിറ്റി നിങ്ങളുടെ എക്സാം സിറ്റി മാത്രമാണ് അതിലുണ്ടാകുക. എക്സാം വെന്യൂ കറക്റ്റായിട്ട് ഉണ്ടാവില്ല. എക്സാം വെന്യൂ ഉണ്ടാകുക നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിലാണ് ഇത് ഡൗൺലോഡ്
ചെയ്താൽ ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് എക്സാമിൻ്റെ 4 ദിവസം മുൻപ് മാത്രമാണത് വർക്കിംഗ് ആകുക. ജസ്റ്റ് അപ്പോൾ നിലവിലിപ്പം ALP അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് അവർക്ക് എന്ത് ചെയ്യുക, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് RPFൻ്റെ ആണ്. അപ്പോൾ അതിന് മുൻപ് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് RPFൻ്റെ എക്സാം ഡേറ്റ് ഇതിലുണ്ട്, ഞാൻ കാണിക്കാം. എക്സാം ഡേറ്റ് ഇവിടെ കാണിക്കാം. RPFൻ്റെ സബ് ഇൻസ്പെക്ടറിൻ്റെ വന്നിട്ടുള്ളൂ, കോൺസ്റ്റബിളിൻ്റെ വന്നിട്ടില്ല. RPFൻ്റെ കാണാം. RPFൻ്റെ എക്സാം 2/12/2024 മുതൽ നിങ്ങൾക്ക് 13/12 ആയിരിക്കും. ഈ ഒരു ദിവസങ്ങളിൽ വിവിധ ഷിഫ്റ്റുകളായിട്ട് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2/12/2024 10 ദിവസം മുൻപാണ് നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സിറ്റി നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രത്യേകത ഇവിടെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 10 ദിവസം മുൻപാണ് നിങ്ങൾക്ക് RRBയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുക. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാനിതാ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൂടെ കാണാം. രണ്ടാമത്തെ നിങ്ങൾക്കൂടെ കാണാം RPF സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൂടെ കാണാം ഈ കോൾ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഓരോ ലിങ്കാണ്, സെയിം ലിങ്ക് അല്ല. അപ്പോൾ ഇവിടെ കാണാം CN നിങ്ങൾക്ക് RPF 1/2024 കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം RPFൻ്റെ 2/10/2024 എക്സാം ഉണ്ട്, അതുപോലെ തന്നെ 13/12/2024 ഉണ്ട്. അപ്പോൾ ഈ 13/12/2024 എക്സാം ഉള്ളവർക്ക് അവരുടെ 10 ദിവസം മുൻപേ എന്ത് ചെയ്യുള്ളൂ, ആ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് അവർക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സിറ്റി ഇൻറ്റിമേഷൻ എവിടെയാണ് അവരുടെ സിറ്റി എന്ന് അവർക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ 2/12/2024 എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഈ പറയുന്ന ഒരു നവംബറിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നവംബർ ഇപ്പോൾ ഇന്ന് 27 ഇപ്പോഴൊക്കെ എന്താണ് അവർക്ക് അത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ സിറ്റി എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ 13/12 സാധാരണ ഇവർ പറയുന്നത് പ്രകാരം 10 ദിവസം മുൻപാണ് നമുക്കത് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ് നോക്കിയിട്ട് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ഉദ്യോഗാർത്ഥികൾ ഇതിൽ അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പോൾ നോട്ട് അവൈലബിൾ എന്നുള്ള ആ ഒരു മെസ്സേജ് എന്തെങ്കിലും കാണാൻ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ എക്സാം ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എക്സാം ഡേറ്റിൻ്റെ 10 ദിവസം മുൻപ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് മനസ്സിലാകുള്ളൂ. അത് നമുക്ക് ഏതാണ് സിറ്റി എന്ന് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഇവിടെ കണ്ടില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നീട് നിങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലൊക്കെ വരും, മെയിലൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അത് തന്നെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങളും അതിൻ്റെ മോക്ക് ടെസ്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ RRB ALPൻ്റെ ആണെങ്കിലും ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിൻ്റെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അതായത് റെയിൽവേയുടെ തന്നെ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു എന്താണ് ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും, നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റം നെയിം ഒക്കെ ഇവിടെ ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടാവും. ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽ കൊടുത്ത് നിങ്ങൾക്ക് സൈനിങ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് അവിടെ ചോദിക്കും, അതിനനുസരിച്ചാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്കിവിടെ ഈ പറയുന്ന ലാംഗ്വേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ മലയാളം എന്നുള്ളത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലൂടെ വായിച്ച് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫോൾട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും അറിയേണ്ടി വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റെഡി ടു ബിഗിൻ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു മൊത്തത്തിൽ നമ്മുടെ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ സമയം ഇവിടെ കാണിക്കും ഇങ്ങനെ. ഓക്കെ, അതൊക്കെ നോക്കുക, അതിൻ്റെ ഒരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാണോ ശരി വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സെർച്ച് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് അങ്ങനെ പോകണം. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി അല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തിരിച്ചു പോകണം, അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാം. ഓക്കെ, അങ്ങനെ പല രീതിയിലും കൂടെ ചെയ്യാം. ഓക്കെ, ഉത്തരം നീക്കം ചെയ്യുക. നമ്മൾ ഓൾറെഡി ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഞാനൊന്ന് 2 ഇവിടെ കൊടുത്തു വിചാരിച്ചപ്പോൾ ആൻസർ, അപ്പോൾ എനിക്കത് വേണ്ട, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതെന്ത് ചെയ്യും, പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനൊക്കെ ജസ്റ്റ് മീൻസ് നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് സെലക്ട് ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം കുറച്ചും കൂടെ എളുപ്പമാകും. മീൻസ് നമുക്ക് ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റൊക്കെ ആദ്യമായിട്ട് എഴുതുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ മാറി കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ പാരാമെഡിക്കലിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണലി ആക്സെപ്റ്റഡ് ആണ് റിജക്റ്റഡ് ആണെന്നുള്ള നോട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ടെക്നീഷ്യൻ്റെ ഗ്രേഡ് 3 റിജക്റ്റഡ് സ്റ്റാറ്റസ് കാര്യങ്ങൾ വെച്ചിട്ട് നോട്ടീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കയറിയിട്ടൊക്കെ നോക്കാം. അപ്പോൾ അതിൻ്റെ നോട്ടീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അഡ്മിറ്റ് കാർഡാണ് ശ്രദ്ധിക്കേണ്ടത്. അഡ്മിറ്റ് കാർഡ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്ന് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന എക്സാം ഷെഡ്യൂൾസ് ആണ് നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ ALP ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ALPൻ്റെ ഫസ്റ്റത്തെ നോട്ടീസാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ രണ്ടാമത് RPFൻ്റെ ചെറിയൊരു
വേരിയേഷൻ ഉണ്ട്. ഇതിൽ 12 ഇതിൽ പറയുന്നത്, 13 കാണിക്കുന്നുണ്ട് പുതിയതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പഴയ നോട്ടീസാണ്. ഇപ്പോൾ ALPൻ്റെ നിങ്ങൾക്ക് ഇതാ 25 മുതൽ ഇപ്പോൾ 29 വരെ എക്സാം CBT 1 നടക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ നോട്ടീസ് നോക്കാം. നിങ്ങൾക്കിവിടെ ഇതാണ് നമ്മളെ പുതിയ ലേറ്റസ്റ്റ് നോട്ടീസ്. അത് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം. ഇമ്പോർട്ടൻറ്റ് നോട്ടീസിൽ ഇതാ ഇവിടെ കാണാൻ നിൽക്കും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് നോട്ടീസിലുണ്ട്. ഇതാണ് നോട്ടീസ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അതിൻ്റെ ഡേറ്റ് ഇവിടെ കാണാം. ഇപ്പോൾ നമുക്ക് RPF സബ് ഇൻസ്പെക്ടറാണ്. കോൺസ്റ്റബിളിൻ്റെ ഇതുവരെ വന്നിട്ടില്ല. 2/12 മുതൽ നിങ്ങൾക്ക് 13/12 വരെയാണ് എക്സാം ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് JE ആൻഡ് അത് മറ്റുള്ള പോസ്റ്റുകളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 16 മുതൽ 18 വരെയാണ് CBT 1. ഇനി നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എക്സാം നടക്കുന്നത് 19/12 മുതൽ നിങ്ങൾക്ക് 29/12 ആയിരിക്കും ടൈം. അപ്പോൾ ഇതിൻ്റെയൊക്കെ 10 ദിവസം മുൻപ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് കിട്ടും. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ സിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിന് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് കാണാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ കയറിയാൽ മതി. തമ്പനയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇത് ജനറലായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക. താങ്ക്